നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലത്തീൻ രൂപത ബി.ജെ.പിക്ക് അനുകൂല നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്നാണ് വരാപ്പുഴ രൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ലേഖനം വന്നിരിക്കുന്നത്. ആലപ്പുഴ രൂപത വക്താവ് ഫാദർ സേവ്യർ കുടിയാംശേരിയുടെ ലേഖനത്തിലാണ് ബി.ജെ.പിക്ക് അനുകൂല നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയും മാറുന്നുണ്ടെന്നാണ് വ്യക്തം. ബി.ജെ.പിയുടെ വിദേശ നയം പ്രശംസനീയമാണെന്നും മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതല്ലെന്നും ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടെന്നും ഫാദർ സേവ്യർ കുടിയാംശേരി വ്യക്തമാക്കുന്നു. ബി.ജെ.പിയെ ഇനിയും പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മളെ പുറത്തു നിർത്തും. ഹിന്ദുരാഷ്ട്ര നിർമ്മിതി ഹിഡൻ അജണ്ടയായി അവർക്കുണ്ടെങ്കിലും നമ്മളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ആ മോഹങ്ങൾ ബി.ജെ.പിക്ക് ഉപേക്ഷിക്കേണ്ടി വരില്ലേ? LDF UDF സഖ്യങ്ങൾ സെക്യുലർ ആണെന്ന് ആർക്കെങ്കിലും പറയാമോ? രണ്ടും വർഗീയ പ്രീണനമാണ് തുടരുന്നത്. വർഗീയത രണ്ട് പാർട്ടിയുടെയും അന്തരാത്മാവാണെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്തു ചെയ്തെന്നും ഫാദർ സേവ്യർ കുടിയാംശേരി ലേഖനത്തിൽ ചോദിക്കുന്നു. പുതുതലമുറ മാറി ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന കോൺഗ്രസ് ഇന്നുണ്ടോ എന്ന് പുതുതലമുറ ചോദിക്കുന്നുവെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. മോദി സർക്കാരിന് അഴിമതിയില്ലെന്നാണ് കരുതുന്നതെന്നും ലേഖനത്തിലുണ്ട്. സഭയുടെ നിലപാട് മാറ്റമാണോ ഇതിലൂടെ കാണേണ്ടതെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കേണ്ടിയിരിക്കുകയാണ്.